ഹായ് ഫ്രണ്ട്സ്, റീദൂസ് വ്ലോഗ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്തൊട്ടാന്ന് വെച്ചാൽ നല്ല പൊട്ടാറ്റോ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണേറ്റ് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്കും ഒന്ന് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ചിട്ട് അത് ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സബോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ എത്ര കൂടുതലൊക്കെ ആണെന്ന് അതിനനുസരിച്ചിട്ടൊക്കെ ഇതുകളൊക്കെ ചേർത്ത് കൊടുക്കുക കൂടുതൽ. ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വേറെ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിതിലൊരു ഉപ്പിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും ഇതൊക്കെ എല്ലായിടത്തും ആയി കിട്ടാൻ വേണ്ടി കൈ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് നമുക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് ഇങ്ങനെ പരത്തി ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ച മാവിൻ്റെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് അധികം എന്തൊന്നും കിട്ടേണ്ട, 2 ഭാഗം നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളൊന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അധികമായിട്ട് ചെറുതീയിൽ വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊട്ടി പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ഭാഗം നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളൊന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടെ നന്നായി ഒന്ന് ഇതുപോലെ തന്നെ മുരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ അത് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇപ്പുറത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരുന്ന വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൽ വേവിച്ച് വെച്ചതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ചെറിയ തക്കാളിയുടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി 1/4 ടീസ്പൂണ്, അല്ലെങ്കിൽ 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തോട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് പച്ചമുളകൊക്കെ മാറി കിട്ടണവർക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റേത് കുഴയ്ക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാൽ മസാലയ്ക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പുളിയൊക്കെ ഉള്ള കാരണം കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്നിങ്ങനെ ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ ഇതിൻ്റെ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരുന്ന വരയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. ഇതിപ്പോൾ ഇവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാകത്തിന് നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും വരില്ല, അറിയാനില്ല. അതുപോലെ ഗോതമ്പ് പൊടിയിലിട്ടെന്ന് തന്നെ അറിയില്ല, അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചായക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.